അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു സർവേ ഫോം ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിലൊന്ന് മോഡലായിട്ട് ഞാൻ വേറൊരു രൂപം കാണിച്ചു തന്നതാണ്. ഒരു കാഴ്ച ബംഗ്ലാവിലെ കളക്ഷൻ എടുക്കാൻ. അതേപോലെ മറ്റ് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാം. ഇതിപ്പോൾ ഒരു മോഡലാണ്. അപ്പോൾ ഇസ്മു ഹദീഖത്തുൽ ഹയവാനാത്ത്, അത് കാഴ്ച ബംഗ്ലാവിൻ്റെ പേര് ബോസം. അൽ മക്കാൻ സ്ഥലം എന്ന് പറഞ്ഞാൽ പരപ്പിൽ. റഖമുൽ മുസൽസൽ എന്ന് പറഞ്ഞാൽ ക്രമ നമ്പർ. വാഹിദ്, ഇത്നാൻ, സലാത്ത, അർബ, ഹംസ, സിത്ത, സബ അങ്ങനെ പോകും. അപ്പോൾ ഹയവാൻ ഓർ ത്വാഇർ ഓർന്നുകൂടെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതാച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാൻ ഏതാണ് എന്നുള്ള രൂപത്തിൽ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഹയവാൻ അസദ് എന്തുണ്ട്? അതത് എന്ന എണ്ണം അവിടെ 4 ഉണ്ട്. ഖിർദ് ഹംസത്തും വൈഷ്റൂൻ 25 ഉണ്ട്. തോഊസ് മൈല് 7 ഉണ്ട്. ലബിയ് മാന് 20 ഉണ്ട്. ഇങ്ങനെ നമുക്കൊരു എണ്ണ എഴുതാനുള്ള ഒരു ഓപ്ഷനാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. നമ്മളെ പ്രവർത്തനം ഉള്ളത് പാഠപുസ്തകത്തിലുള്ള പ്രവർത്തനം എന്താണ്? വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് നമ്മുടെ നുജൂമുൻ സർക്ക എന്ന് പറയുന്ന ക്ലബ്ബ്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നായിരുന്നത് നാട്ടിലുള്ള മവാരിദുൽ മിയാഹ്, അതായത് വെള്ളം ജലസ്രോതസ്സുകളുടെയൊക്കെ കണക്കെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുമായി അനുബന്ധപ്പെട്ട് ഓരോ പ്രവർത്തനം, അതായത് ഫസ്റ്റ് മുൻസിക്കാത്ത് തയ്യാറാക്കാനുള്ളത് ഒരു ചിത്രം തന്ന അതുപോലത്തെ ഒരു മുൻസിക്കാത്ത് നിങ്ങളോട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മുൻസിക്കാത്തിൻ്റെ മോഡലൊക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാം, അത് മനസ്സിലാക്കുക. എന്തായാലും അതിൽ നിങ്ങൾ ആ കണ്ടൻറ്റ് കാണാതെ പഠിച്ചു വെക്കുക. ചിത്രങ്ങൾ നിങ്ങൾക്ക് യോജിച്ചത് നിങ്ങളുടെ മനസ്സിനനുസരിച്ച് അപ്പോൾ യോജിക്കുന്നത് കൊടുക്കാം. ഇവിടെ യഖൂമു നാദിൽ ബിഅ, അത് പരിസ്ഥിതി ക്ലബ്ബ് എന്നാണ്. ബിഅത്ത് തന്നെ പരിസ്ഥിതി ക്ലബ്ബ് എന്താണ്? കാമബി എന്ന് പറഞ്ഞാൽ നടത്തുക എന്നാണ്. ഇഹ്സാഇയ്യ ഒരു സർവേ നടത്തുന്നു. പരിസ്ഥിതി ക്ലബ്ബ് നമ്മുടെ സ്കൂളിൽ ഒരു സർവേ നടത്തുകയാണ്. അനിൽ ഹിഫാദി അല മവാരിദിൽ മിയാഹി, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിത് നടത്തുകയാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ വൃത്തിയാക്കലും മറ്റുള്ള പരിപാടികളൊക്കെ നടത്തണമെങ്കിൽ അതിൻ്റെ എണ്ണമൊക്കെ വേണം. അതിന് എത്ര ആളുകൾ വേണ്ടിയൊക്കെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ വേണ്ടിവരുമല്ലോ അതൊക്കെ. പിന്നെ അങ്ങനെ ഇത് ജദുവലൻ ലി മവാരിദിൽ മിയാഹി, അപ്പോൾ വെള്ളത്തിൻ്റെ ജലസ്രോതസ്സുകൾക്കുള്ള ഒരു പട്ടിക തയ്യാറാക്കണം, വ്യത്യസ്ത തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത ജലസ്രോതസ്സുകളായിട്ടിപ്പോൾ എന്തുണ്ട്? കിണറുണ്ട്, കുളമുണ്ട്, പിന്നെ പുഴയുണ്ട്, നദിയുണ്ട്, തോടുണ്ട്. ഇങ്ങനെ ഏതാ എന്നുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ ഒരു മോഡൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുകളിലിട്ട് കാഴ്ച ബംഗ്ലാവിൻ്റെ സർവേ നമ്മൾ നടത്തിയതുപോലെ നമ്മളെ പാഠപുസ്തകത്തിലെ സർവേ നമ്മൾ നടത്താൻ നോക്കണം. ഇതിപ്പോൾ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞ് വളരെ കുറഞ്ഞ കുട്ടികളാണ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ചെയ്യാത്തവർക്കും ചെയ്തവർക്കൊക്കെ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ പുസ്തകത്തിൽ ഇത് നോക്കിയാൽ, ആ പാഠഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വർക്കിൻ്റെ അവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട് ഇസ്മുൽ മദ്രസ. അപ്പോൾ നമ്മളെ സ്കൂളിലാണ് നടത്തുന്നത്. അപ്പോൾ നമ്മളെ സ്കൂളിൻ്റെ പേര് എഴുതണം. നമ്മളെ സ്കൂളിൻ്റെ പേര് അറിയാത്തവരൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് പലപ്പോഴും അത് ഉപയോഗപ്പെടുത്തണമല്ലോ. അൽ മദ്രസത്തുൽ മുഹമ്മദിയ, ഇങ്ങനെയാണ് അൽ മദ്രസത്തുൽ. ഇതാണ് എം. മദ്രസൻ്റെ ചുരുക്കം എം, മുഹമ്മദിയൻ്റെ ചുരുക്കം എം, അടുത്ത എം. അത്താനവിയ, അതായത് ഹയർ എന്നുള്ള. അത്താനവിയ സെക്കൻഡറി, അൽ ഉല്യ എന്ന് പറഞ്ഞാൽ ഹയർ, ആലി ഉല്യ നല്ലോ ഉയർന്നത്. അപ്പോൾ ഉയർന്ന ഹയർ സെക്കൻഡറി എന്നാണ് അസാനവിയത്തുൽ ഉല്യ എന്ന് പറഞ്ഞു. അൽ മിഹനിയ എന്ന വെക്കേഷന്. അപ്പോൾ VHSS എന്നുള്ളതിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അൽ മദ്രസത്തുൽ മുഹമ്മദിയത്തു സാനവിയത്തുൽ ഉല്യൽ മിഹനിയ. പിന്നെ ബി പാന്ന് അറബിയിലില്ലല്ലോ. അപ്പോൾ ബരപ്പിൽ അല്ലെങ്കിൽ ഫരഫിൽ ഒക്കെ എഴുതലുണ്ട്. അതെങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല, അത് മനസ്സിലായാൽ മതി. ഇസ്മുൽ കറിയ, നമ്മൾ കണക്കെടുക്കുന്നത് എവിടുത്തതാണ്? കറിയത്തിൻ്റെ പേര്, ഗ്രാമത്തിൻ്റെ പേര് പരപ്പിൽ. അപ്പോൾ നമ്മളിവിടെ മോഡൽ ഒരു ഒന്നാമത്തെ ഇട്ടിട്ടുണ്ട്. ഒന്നാമതായിട്ട് ബിർ 2000 ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയും ചെയ്യാം. 2 ജദുവൽ. ഞാനിപ്പോൾ ഇത് മോഡൽ കൊടുത്താണ്. ഇതിന് കൃത്യമായ കണക്കൊന്നും ഏതെണ്ണം നിങ്ങൾക്ക് കൊടുക്കാൻ അങ്ങനെ തന്നാൽ. നേരെ മറിച്ച് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിലിങ്ങനെ ബിർക്കത്ത് ഇത്ര എന്നൊക്കെ തന്നാൽ അത് നിങ്ങൾ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് അതിലുണ്ടോ നോക്കിയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതേപോലെ ലൈബ്രറി പാഠപുസ്തകങ്ങൾ വരാം. അപ്പോൾ കഴിഞ്ഞ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മോഡൽ SCERT ഇട്ടിട്ടുണ്ട്. അതിൽ
അങ്ങനെ ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ ഇംഗ്ലീഷ് പുസ്തകം മലയാള പുസ്തകങ്ങളുടെ എണ്ണം എന്നുള്ള രൂപത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് തരുന്ന ചോദ്യം അതിന് സമാനമായ രൂപത്തിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ. മൂന്നാമത് അൽ ബിർക്കത്തു, ഇതുപോലെ തന്നെ തോട് ഒക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചത് തന്നെയാണ്. 10 ഉണ്ട്. അഷറ അൽ ബിർക്കത്തു സലാസത്തും വ ഇഷ്റൂൻ 23 കുളം എന്നാണ് ബിർക്കത്ത് പറഞ്ഞത്. നെഹ്ർ പുഴ നദി ഒക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നു തന്നെയാണ്. അത് സലാസ 3. അൽ ബഹറു കടൽ 1. ഇതാണ് ഇതിൽ ചെയ്യാനുള്ള പ്രവർത്തനം. വളരെ സിമ്പിളായൊരു പ്രവർത്തനമാണ്. ഓക്കെ. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് ഫില്ല് ചെയ്യുക എന്നത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ. നന്നായി ശ്രദ്ധിച്ച് ചെയ്യാം. അടുത്ത പ്രവർത്തനം നമുക്ക് അടുത്തതിൽ വിവരിക്കാം.